എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഗിന്നസ് വത്സരാജാചാര്യ. രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് തോന്നി ഈ ഒരു കാലഘട്ടത്തിൽ. ഓരോ മനുഷ്യനും എഴുന്നേൽക്കുന്ന സമയം ഞാൻ കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഒട്ടുമിക്ക ആളുകളും കിടക്കുന്ന സമയം 12 മണി, 1 മണി, 2 മണി. പിന്നെ മനുഷ്യൻ എഴുന്നേൽക്കുന്ന സമയം 10 മണി. ആ കിടത്തത്തിൻ്റെ ആലസ്യത്തിൽ മനുഷ്യന് നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു ദിവസമാണ്. സത്യത്തിൽ മനുഷ്യൻ കിടക്കേണ്ടത് രാത്രി ഒരു 9 മണിക്കെങ്കിലും കിടന്നുറങ്ങുക, പുലർച്ചെ ഒരു 5 മണിക്കെങ്കിലും എഴുന്നേൽക്കുക. അങ്ങനെ ചെയ്ത ആളുകളെ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? മറ്റുള്ളവർ വിജയിക്കുന്നില്ല എന്നുള്ളതല്ല, അതിൻ്റെ പെർസെൻറ്റേജ് കുറവായിരിക്കും. ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ, അതായത് പുലർച്ചെ, ആ ബ്രഹ്മമുഹൂർത്തത്തെ വിടാം, പുലർച്ചെ ഒരു 5 മണിക്കെങ്കിലും കുട്ടികളോ നമ്മൾ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ജീവിതത്തിൽ കിട്ടുന്നത് ഒരുപാട് ദിവസമാണ്, ഒരുപാട് മണിക്കൂറാണ്. ആ ഒരുപാട് മണിക്കൂർ അവർക്ക് നൽകുന്നത് പോസിറ്റീവ് എനർജിയാണ്. വാട്ട് ഈസ് പോസിറ്റീവ് എനർജി? ഒട്ടുമിക്ക ആളുകളെ ഇന്ന് മറ്റ് ലഹരി വസ്തുക്കളുടെ കൂടെ പോയി ജീവിതത്തെ ഒരു ആപൽ ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുന്ന ഒരു ആധുനിക കാലഘട്ടത്തിൽ അതങ്ങനെ വരാനുള്ളൊരു കാരണം സത്യത്തിൽ വാട്ട് ഈസ് അവർ ലൈഫ് എന്ന് അറിയാത്തത് കൊണ്ടാണ്. നമ്മുടെ ജീവിതം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. ജീവിതത്തിൽ നമ്മൾ ഈ ഒരു ജന്മം 84 ലക്ഷം ജീവാജാലങ്ങളിൽ നിന്നും കിട്ടിയ ശ്രേഷ്ഠമായൊരു ജന്മമാണ്. ആ ജന്മമാണ് മനുഷ്യനില്ലാതെയാക്കുന്നത്, പ്രത്യേകിച്ച് എക്സ്പെഷ്യലി കുട്ടികൾ. ജീവിതത്തിൽ 5 മണിക്ക് എഴുന്നേറ്റിട്ട്, 5 മണി എന്ന് ഉദ്ദേശിക്കുന്ന ഏകദേശം ഒരു സമയമാണ്, ഒരു 4 മണിയുടെയും ഒരു 6 മണിയുടെ ഇടയിലൊക്കെ എഴുന്നേറ്റിട്ട് കുട്ടികൾ രാവിലെ തന്നെ വയറ് ശുദ്ധീകരിക്കാൻ വേണ്ടി വെള്ളമെല്ലാം കുടിച്ച് ലഘുവായിട്ടുള്ള വ്യായാമങ്ങളെല്ലാം ചെയ്ത് ശേഷം മെഡിറ്റേഷനിലേക്ക് വന്നു. കണ്ടോ, മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഓരോ മതവിഭാഗങ്ങളും തൻ്റെ പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന നമ്മൾക്ക് നൽകുന്നത് ഉൾക്കരുത്താണ്. മറ്റുള്ള ആളുകളോട് സംവദിക്കാനും മറ്റുള്ള കാര്യങ്ങളെ കാണാനും അതിനൊരു പരിഹാരം കണ്ടെത്താനും മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ പോസിറ്റീവ്, ഒരു പവർഫുൾ എനർജി എന്ന് പറയുന്നത് മെഡിറ്റേഷനാണ്, ധ്യാനം. ആ ധ്യാനം പലരും പല രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ആ ഉപയോഗിക്കുന്ന ധ്യാനത്തെ പോസിറ്റീവ് എനർജിയായി കണ്ട്, എൻ്റെ മനസ്സിൻ്റെ കരുത്തായി കണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണം. രാവിലെ ഒട്ടുമിക്ക ആളുകളും നമ്മൾ കണ്ടു, ലഹരിയുടെ പിടിയിൽ അമർന്നിരിക്കുന്നു ലോകം. അതിൽ നിന്ന് മോചനമുണ്ട് കുട്ടികൾക്ക്. കാരണം എന്ത് കഴിക്കണം എന്നുള്ള തിരിച്ചറിവില്ലാതെ പോകുന്നത്. രാവിലെ എഴുന്നേറ്റുവിടുമ്പോൾ തന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ മക്കളെല്ലാവരും രാവിലെ വെള്ളം കുടിക്കണം. വെള്ളടിയല്ല ഞാൻ ഉദ്ദേശിച്ചത്, വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചതിന് ശേഷം നിങ്ങൾക്ക്, ഇപ്പോൾ നമുക്ക് മലയാളികളെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ചായ കുടിക്കുക എന്നുള്ളത്. ചായ ആസ് ലൈക്ക് ഷുഗറെല്ലാം കുറച്ചിട്ട് ഒരല്പം തേയിലൊക്കെ ഇട്ടിട്ട്, അതാണ് നമ്മുടെ ശൈലി. അതിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഷുഗർ, വിത്തൗട്ട് ഷുഗർ, ഒരിത്തിരി ചായപ്പൊടിയെല്ലാം ഇട്ടിട്ട്, ഇത് ഞാൻ വർഷങ്ങളായിട്ട് കഴിക്കുന്നുണ്ട്. നോക്കൂ, ഒരു കട്ടൻ ചായ. ഈ കട്ടൻ ചായ ഇതാണ് എൻ്റെ എനർജി. എനിക്ക് എനർജി ഉണ്ട്. ഇതിനെ തൊട്ടിപ്പുറം നോക്കൂ, ഇതാ ഒരു വലിയൊരു ബോട്ടിൽ. ഇതെന്താ സാധനം എന്നറിയാം? ഇതൊരു പൗഡറാണ്. വാലിട്ടപ്പോൾ സംസാരിക്കാൻ പറ്റില്ലെങ്കിലും ഇതാണ് എൻ്റെ എനർജി. തൊട്ടപ്പുറം ഇവിടെ 1-2 സാധനങ്ങൾ കിടക്കുന്നുണ്ട്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. കാരൊക്കെയാണ്. ഈ സാധനമെല്ലാം കഴിച്ചിട്ടാണ് നമ്മളൊരു എനർജി ഉണ്ടാക്കുന്നത് എവറി ഡേ. ഈ ലോകത്തോട് 81 മണിക്കൂറും 16 മിനിറ്റും എന്നെ സംസാരിക്കാൻ പ്രേരിപ്പിച്ച ഘടകം ഇന്നർ പവർ, ഔട്ടർ പവർ. ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കും? ദിവസം ഈ സമയത്ത് എഴുന്നേറ്റ് നല്ല ചിന്തകളും നല്ല ഭക്ഷണ രീതികളും നമ്മൾ ഉപയോഗിച്ചാൽ, നമ്മൾ ചെയ്താൽ നമ്മളെ മനസ്സ് പോസിറ്റീവാകും. ആ മനസ്സ് പോസിറ്റീവാകുന്ന സമയത്ത് നമുക്ക് മറ്റ് വൃത്തികേടുകളെക്കുറിച്ചോ അല്ലെങ്കിൽ ജീവിതത്തിൽ അപകടം ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെക്കുറിച്ച്, ലഹരി വസ്തുക്കളെക്കുറിച്ച് ഒരിക്കലും ചിന്ത വരില്ല. നല്ല ചിന്ത, നല്ല മനുഷ്യനായി തീരുക. അപ്പോൾ ഇതാണ് നമ്മുടെ ലഹരി. ഈ പൗഡർ കഴിക്കുന്നതാണ് നമ്മുടെ എനർജി. ഈ പൗഡർ എന്താണ്? ഇതിൽ ഒരുപാട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കണ്ടൻറ്റുകൾ, അതിൽ പല കാര്യങ്ങളുണ്ട്. അതിൽ അരിപ്പൊടിയുണ്ട്, ഗോതമ്പ് പൊടിയുണ്ട്, കടലുണ്ട്, എന്താ പറയുക, കരിഞ്ചീരകമുണ്ട്, ഉഴുന്നുണ്ട്, പിന്നെ ബദാമുണ്ട്, കശുവണ്ടിയുണ്ട്, നെയ്യുണ്ട്, അതിൽ ശർക്കരയുണ്ട്. അങ്ങനെ ഒരുപാട് കണ്ടകൾ, എനിക്ക് തോന്നുന്നു ഒരു 10-20ഓളം കണ്ടൻറ്റുകൾ പൊടിച്ച് ശുദ്ധമാക്കി വറുത്ത് നെയ്യിൽ വറുത്തുണ്ടാക്കിയ ഈ സാധനമാണ് നമ്മുടെ എനർജി. ഈ സാധനം വീട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്താൽ രസമുകളങ്ങൾ മറ്റ് ലഹരി വസ്തുക്കളുടെ കൂടെ പോവില്ല. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഒരു തരിപ്പ് വരും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ. കാരണം ഇതിൽ അത്രയും കണ്ടൻറ്റുകളുണ്ട്, ഇതിൽ കംപ്ലീറ്റ് ഉണ്ട് സാധനങ്ങൾ കേട്ടോ. ഇതെല്ലാം കഴിച്ചു പോയാൽ ഒരു മനുഷ്യന് വഴിതെറ്റി പോയില്ല. നോക്കൂ, ലഹരി ഉപയോഗിക്കാത്ത ഒരാളാണ് ഞാൻ. അത് നമുക്ക് നൽകുന്ന ജീവിതത്തിൽ വെളിച്ചമാണ്. ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ കിട്ടുന്നത് ഇരുട്ടാണ്.
തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക്. എൻ്റെ കുട്ടികളൊക്കെ ഈ ശിഷ്ടങ്ങളൊക്കെ പാലിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം സുന്ദരമാകും, കുടുംബം സുന്ദരമാകും, സമൂഹം സുന്ദരമാകും, ലോകം സുന്ദരമാകും. തമസോമ ജ്യോതിർഗമയ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിലെ സമസ്ത ജീവജാലങ്ങൾക്കും സുഖം ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ ഗിന്നസ് മത്സരാജ് ആചാര്യ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിനെ കൈയടിക്കുന്ന ആളുകളും കൂക്കി വിളിക്കുന്ന ആളും ഈ ലോകത്തിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. കാരണം പലരും വ്യത്യസ്തർ. ആ വ്യത്യസ്തതയിൽ നിന്ന് ഒന്നാവാനുള്ള, നന്മ ചെയ്യാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാവണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലത് മാത്രം ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്വന്തം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സമയം മറക്കണ്ട, ഈ സമയം പുലർച്ചെ 5 മണി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.